എൻ്റെ പേര് ജോസഫ്, ഭാര്യ മെർലി. ഞങ്ങൾ കുട്ടനല്ലൂർ മരിയാപുരം ഇടവകയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു ഭവനം പണി കഴിച്ച് അതിലേക്ക് മാറാനായിട്ട് പറ്റി. പക്ഷേ അതിൻ്റെ ആധാരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് നോക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കി, പലവട്ടം നോക്കി. ഞങ്ങൾ സാധാരണ ഡോക്യുമെൻറ്റ്സ് വയ്ക്കുന്ന ബാഗുകളിൽ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഓരോന്നും എടുത്തു നോക്കി. പക്ഷെ അതിലൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിക്കാനും ചോദിക്കാനായിട്ട് നിൽക്കുന്ന ദിവസം എൻ്റെ ചേച്ചി ഇവിടെ പ്രേക്ഷിതയായിട്ട് വരുന്നുണ്ട്. മെർലി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതാണ്. ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ മെർലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി പറഞ്ഞു 1001 നന്മ നിറഞ്ഞ മറിമ ചൊല്ലി ഇവിടെ വന്ന് അടുത്ത ആഴ്ച നമുക്ക് കിട്ടി എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി സാക്ഷ്യം പറയാം. ഒന്നുകൂടി നിങ്ങൾ നോക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും കൂടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ മെർലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും കൂടിയും ആ നോക്കിയ ബാഗ് തന്നെ ഒന്നും കൂടി ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ പലവട്ടം നോക്കിയതാണ്, ഓരോന്നും എടുത്തു വെച്ച് നോക്കിയതാണ്. പക്ഷേ ഈ പറഞ്ഞതിന് ശേഷം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ വീടിൻ്റെ ആധാരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇതും നടന്നത്, ഇതും തിരിച്ചു കിട്ടിയത് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലമാണെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി, ഈശോയ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹമുള്ളവരെ, സാക്ഷ്യം നമ്മൾ കേട്ടു. വളരെ ഒരു അത്ഭുതം ജീവിതത്തിൽ സംഭവിച്ചു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് വചനം ലൂക്ക 1:37 പറഞ്ഞ വചനം, ആ വചനം ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ്. അപ്പോൾ സാക്ഷ്യം, ഈ വലിയൊരു സാക്ഷ്യം നൽകി വിശ്വാസത്തിൽ വളർച്ച ജീവിതത്തിൽ നൽകിയ ഈശോയ്ക്ക് കരങ്ങൾ ഉയർത്തിയടിച്ച് നമുക്ക് നന്ദി പറയാം.